സാറിൻ്റെ മാത്സിൻ്റെ ക്ലാസ്സൊക്കെ ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പം ഉത്തരം പറയുമ്പോഴും സാറ് തരുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, ഇന്നത് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആര്യ ഇപ്പോൾ നമ്മുടെ സക്സസ് മീറ്റ് ഒക്കെ വിളിക്കുമല്ലോ, നമ്മുടെ I+ന്ന് എത്ര കുട്ടികൾക്ക് കിട്ടി അങ്ങനെ. അപ്പോൾ അതിൽ ആര്യ ഉണ്ടായിരിക്കും, ആര്യ ഉണ്ടാവണം എന്ന് സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ എക്സാം എഴുതുമ്പോൾ എനിക്ക് സിലബസ് എന്താന്ന് പോലും എനിക്ക് അത്ര വേഗമായിട്ടുള്ളൊരു നോളജാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ I+ലോട്ട് വന്നപ്പോഴത്തേക്കും ഗൈഡൻസ് നല്ലോണം എനിക്ക് കിട്ടി, സിലബസിലൊക്കെ ക്ലാരിറ്റി വന്നു. എനിക്കങ്ങ് ഭയങ്കര പേടിയായിരുന്നു, ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ സ്കിപ്പ് ചെയ്യണോ എന്നുള്ളൊരു തോട്ടിലോട്ട് പോവായിരുന്നു. പക്ഷെ സാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഭയങ്കര പാടുള്ള കാര്യമല്ല. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണേലും എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വന്ന് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ പിന്നെ വന്നു. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആര്യ ദേവിയാണ്. നെറ്റ് എക്സാം ഇംഗ്ലീഷ് സബ്ജക്റ്റിലാണ് ആര്യ ക്വാളിഫൈ ചെയ്തത്. സ്വാഗതം ആര്യ. താങ്ക് യു സർ. നമ്മുടെ ഇന്നത്തെ ഇന്റർവ്യൂവിൽ ഈ കുട്ടികൾ കാണുമ്പോൾ ആര്യ എങ്ങനെയാണ് ഈ ജേർണിയിലേക്ക് എത്തിയത്, ഡിഗ്രി PG നെറ്റ് എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയാം. എൻ്റെ പേര് ആര്യ എന്നാണ്, ആര്യ ദേവി. ഞാൻ ഡിഗ്രി ചെയ്തത് KSM DB കോളേജിലായിരുന്നു. അതിനുശേഷം ഞാൻ ഡിസ്റ്റൻ്റായിട്ട് എടുക്കാനാണ് തീരുമാനിച്ചത്, PG എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് PG ചെയ്തത്. അവിടെ നല്ല നല്ല ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു, എനിക്ക് നല്ലോണം പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അവിടെ 83% പാസ് ഔട്ട് ആയത്. പഠനം മാത്രമല്ല, സ്പോർട്സിലും ആക്റ്റീവ് ആണെന്ന് അവിടെ ഒരുപാട് മെഡലുകളൊക്കെ ഉണ്ട്. ഷോർട്ട് പുട്ടിലൊക്കെ പങ്കെടുത്ത ആളല്ലേ? അതെ, PGക്ക് പഠിക്കുന്ന സമയത്താണ് സ്പോർട്സിൽ വീണ്ടും ഒരു പങ്കാളിത്തം വേണമെന്ന് തോന്നിയത്. യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ട് കൂടി അവിടെ യൂത്ത് ഫെസ്റ്റിവലും സ്പോർട്സ് മീറ്റും ഒക്കെ നടത്തിയവർ. അപ്പോൾ അതിൽ യൂത്ത് ഫെസ്റ്റിവലിനും പങ്കെടുത്തു, സ്പോർട്സിനും പങ്കെടുത്തു. ഫസ്റ്റ് അഡ്മിഷൻ ആയിരുന്നു 2022 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, PG സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ. എന്നിട്ട് നെറ്റ് ഞാൻ ആദ്യമൊക്കെ എഴുതിയിരുന്നെന്ന് വെച്ചാൽ എഴുതുന്നു, ചിലപ്പോൾ കിട്ടുമോ അങ്ങനെ ഒരു ഇതിലായിരുന്നു. എങ്ങനെ പഠിക്കണമെന്നൊന്നും അറിയില്ല. ബുക്സൊക്കെ വാങ്ങിക്കും, ഈ അരിഹന്റിൻ്റെ ബുക്കും ഉപകാറിൻ്റെ ബുക്കും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു ഗൈഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ വായിക്കുക, അത് ചോദിക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ എഴുതിപ്പോയി. ആദ്യത്തെ തവണ കിട്ടിയില്ല, രണ്ടാമത് PhD ഒള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ആ ആൻറ്റിയോട് ഞാൻ ചോദിച്ചു ഇതുപോലെ എവിടെയാണ് നല്ല കോച്ചിങ് നമുക്കൊന്ന് കിട്ടുക. അപ്പോൾ ആ ആൻറ്റി പറഞ്ഞു I+ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അപ്പം അവിടെ ഒരു സാറുണ്ട്, അലൻ സാർ, നമുക്ക് അറിയാവുന്ന സാറാ, അപ്പോൾ അവിടെ ക്ലാസ്സസ് ഒക്കെ നല്ല അഭിപ്രായമാണ്, അവിടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും നമ്പർ ആ ആൻറ്റി തന്നെ തന്നു. എന്നിട്ട് ഞാൻ സാറിനെ വിളിക്കുകയാണ്, സാറിനെ വിളിച്ചു, അപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്തു. എന്നിട്ട് ക്ലാസ്സസ് ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ജേണിലേക്ക് എത്തിയത് നമ്മുടെ നാട്ടുകാരിയാണ് കേട്ടോ ആര്യ. ശാസ്താംകോട്ടയാണ് ആര്യയുടെ സ്ഥലം. I+ അടൂരാണുള്ളത്, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഒരു അരമണിക്കൂറിൽ താഴെ യാത്രയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു നാട്ടുകാരിയെ മുന്നിൽ കിട്ടിയതിന്റെ അങ്ങനെ ഒരു പരിചയത്തിൽ നിന്ന് റെക്കമെൻഡേഷനിലൂടെയാണ് എത്തിയത്. ഞാനത് ഇപ്പോഴാണ് അറിയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ പഠനയാത്ര? ഈ പ്രോസസ് എൻജോയ് ചെയ്തു? ഒരുപാട് പേര് സ്ട്രെസ്ഫുൾ ആണ് നെറ്റിന് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എത്ര നാളത്തെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഉണ്ടായിരുന്നു? ആ ജേർണി എൻജോയ് ചെയ്തു എങ്ങനെയുണ്ടായിരുന്നു? കറക്റ്റായിട്ട് പറഞ്ഞാൽ 6 months ആണ് വേണ്ടത്. അപ്പോൾ പക്ഷെ ഞാൻ കുറച്ച് അറിഞ്ഞു വന്നപ്പോഴത്തേക്കും 3 മാസം മാത്രമേ എനിക്ക് സമയം കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഒരു I+ന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ആപ്പിലൂടെ നമുക്ക് നോട്ട്സ് PPTs ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ക്ലാസ്സസും നോട്ട്സും എല്ലാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ ക്ലാസ്സസ് ആണെങ്കിലും വീണ്ടും അവൈലബിൾ ആണ്, നമുക്കത് ടൈം കണ്ടെത്തി പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചു. എന്നിട്ട് എല്ലാ ദിവസവും ടെസ്റ്റ് സീരീസ്, JRF ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാ ദിവസവും ചെയ്യുമ്പോൾ. 5 മാർക്ക് തന്നെ ആണെങ്കിൽ അത് ഭയങ്കര പ്രചോദനം തരുന്നൊരു സംഭവമാണ്. അങ്ങനെ ഒരുപാട് ടെസ്റ്റ് സീരീസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ആയിട്ട് തോന്നി. പിന്നെ സാറിൻ്റെ മാത്സിൻ്റെ ക്ലാസ്സൊക്കെ ഭയങ്കര രസമായിരുന്നു, എനിക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പം ഉത്തരം പറയുമ്പോഴും സാറ് തരുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, ഇന്നത് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ സാറ് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞായിരുന്നു,
ഇങ്ങനെ ആൻസേഴ്സ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടപ്പോൾ സാറ് പറഞ്ഞു, ആര്യ ഇപ്പോൾ നമ്മുടെ സക്സസ് മീറ്റ് ഒക്കെ വിളിക്കുമല്ലോ, നമ്മുടെ I+ന്ന് എത്ര കുട്ടികൾക്ക് കിട്ടി അങ്ങനെ. അപ്പോൾ അതിലും ആര്യ ഉണ്ടായിരിക്കും, ആര്യ ഉണ്ടാവണം എന്ന് സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ബുക്കിന്റെ പുറവശത്ത് അന്നത്തെ ആ ഒരു ക്ലാസ്സിന്റെ ഡേറ്റ് ഉണ്ടല്ലോ അത് എഴുതി വെച്ചു. എപ്പോഴെങ്കിലും അതിങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെക്കണം, ആ വീഡിയോ ഇങ്ങനെ എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. കിട്ടുമെന്നൊരു ചെറിയ പ്രതീക്ഷ അപ്പോഴേ വന്നു. പിന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ തുടർന്നു. എക്സാമിന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്രാവശ്യം എക്സാം പാറ്റേൺ ഒക്കെ മാറി വന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് നോക്കുകയാണെങ്കിലും പല ചാനൽസിന്റെയും കമന്റ് സെഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് വൈഡ് എല്ലാവർക്കും ഭയങ്കര പാടായിട്ട് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഈസി എന്ന് ആരും പറയുന്നില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു റിസൾട്ട് വരുന്നത് വരെ. കിട്ടി, കണ്ടപ്പോ ഇങ്ങനെ ഭയങ്കര സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാര്യം ഒരു അധ്യാപകന്റെ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയൊരു സ്വപ്നോ അല്ലെങ്കിൽ പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണ് നമ്മുടെ വാക്കുകൊണ്ട് ഒരാൾ ഇൻഫ്ലുവൻസ്ഡ് ആവുക, അവർ വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പം ആര്യ എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. ഈ ഒരു കമന്റ് നമ്മൾ ഈ ഇന്റർവ്യൂവിന് മുമ്പ് സംസാരിക്കുമ്പോൾ ആര്യ ഇത്തരം കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നില്ല. ഞാനും നിങ്ങളെ പോലെ സർപ്രൈസ്ഡ് ആണ്. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക, നിങ്ങളും അസിസ്റ്റന്റ് പ്രൊഫസർ ആവുമ്പോൾ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ ലൈഫിൽ ഏത് സ്റ്റേജിലോ ആവട്ടെ, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയോ മതി. തിരിച്ചും അങ്ങനെ തന്നെ മതി. വാക്കുകൾക്കുള്ള പവർ എല്ലാവരും മനസ്സിലാക്കണം എന്ന് നമ്മുടെ വ്യൂവേഴ്സിനോട് കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആര്യയുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടാണ് കേട്ടോ 3 മാസം കൊണ്ട് നെറ്റ് കവർ ചെയ്ത് എടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്കാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവനുള്ള എല്ലാം പഠിക്കാനുണ്ടല്ലോ ഏറെക്കുറെ. സിലബസ് സിമ്പിൾ അല്ലേ? സ്റ്റോറി, നോവൽ, പോയട്രി. സിലബസിന്റെ കാര്യം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ എക്സാം എഴുതുമ്പോൾ എനിക്ക് സിലബസ് എന്താന്ന് പോലും എനിക്ക് അത്ര വേഗമായിട്ടുള്ളൊരു നോളജാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ I+ലോട്ട് വന്നപ്പോഴത്തേക്കും ഗൈഡൻസ് നല്ലോണം എനിക്ക് കിട്ടി, സിലബസിലൊക്കെ ക്ലാരിറ്റി വന്നു. അപ്പം സാറിന്റെ ക്ലാസ് എന്ന് വെച്ചാൽ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ, ആ ഒരു ഏരിയ എനിക്കങ്ങ് ഭയങ്കര പേടിയായിരുന്നു. ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ സ്കിപ്പ് ചെയ്യണോ എന്നുള്ളൊരു തോട്ടിലോട്ട് പോവായിരുന്നു. പക്ഷെ സാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഭയങ്കര പാടുള്ള കാര്യമല്ല. ഇപ്പൊ കുറച്ച് സമയം എടുത്തിട്ടാണേലും എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വന്ന് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ പിന്നെ വന്നു. പിന്നെ ശ്രീലക്ഷ്മി മിസ്സിന്റെ ക്ലാസ്, മെയിൻ പേപ്പേഴ്സ് മിസ്സാണ് എടുത്തിരുന്നത്. മിസ് എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ പണ്ട് തൊട്ടേ കഥയും കവിതയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബാലരമ, കളിക്കുടുക്കൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ ഇരുന്നങ്ങ് വായിക്കും. ഒരെണ്ണം തന്നെ മടുത്താലും വീണ്ടും വീണ്ടും വായിക്കും. അത് കഥയും കവിതയും ഇഷ്ടമായോണ്ടാണ് ലിറ്ററേച്ചറിലോട്ട് വന്നത്. മിസ് ഇങ്ങനെ ഓരോ ഷോർട്ട് സ്റ്റോറി, നോവലും പഠിപ്പിക്കുമ്പോഴും അതിന്റെ ഒരു ഷോർട്ട് സമ്മറി ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ അതിനോട് നമുക്ക് ഭയങ്കര താല്പര്യവും ഓർത്തു വെക്കാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു ഇതായിരുന്നു. എൻജോയ് ചെയ്യുമായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. ലൈവിലാണെങ്കിലും നല്ല സൂപ്പർ ആയിട്ടുള്ളതാണ്. ഞാനത് പറഞ്ഞതെന്ന് ഇപ്പൊ ഓർക്കുന്നു. ആര്യ ചോദിക്കുന്നതിനൊക്കെ മറുപടികൾ പറയും. പലർക്കും ഈ മാത്സ് ഭയങ്കര പേടിയാ. ചിലർ പക്ഷെ പേടിച്ചങ്ങ് മാറി നിൽക്കും. ആര്യയെ പോലെയുള്ളവര് പക്ഷെ പറയുന്നത് കേൾക്കും, അനുസരിക്കും. ചില കാര്യങ്ങൾ അധ്യാപകരെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുകയും വേണമെന്നാ മാത്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്. ഇത് പഠിച്ചാൽ കിട്ടും അങ്ങ് ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അതിന്റെ റിസൾട്ടും കിട്ടും. ആര്യ നല്ല ഉദാഹരണമാണെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? അതെ. ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഈ സന്തോഷത്തിന്റെയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ആര്യ പറഞ്ഞു. പഠിക്കുമ്പോൾ എന്തായാലും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പീക്കിലോട്ട് പോകുന്ന പോലെ ആവില്ല. ഇങ്ങനെ കയറ്റിറക്കങ്ങൾ എന്തായാലും ജേണിയിൽ ഉണ്ടായിട്ടുണ്ടാവണം. അപ്പൊ ഈ പഠനയാത്രയിൽ എന്തൊക്കെ ചലഞ്ച് ഫേസ് ചെയ്തു? അതിലുപരി ആ ചലഞ്ചുകൾ എങ്ങനെ അതിജീവിക്കാൻ പറ്റും? ചലഞ്ചസ് എന്ന് വെച്ചാൽ ഈ സമയത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കുമ്പോഴും അയ്യോ ആദ്യമൊക്കെ മാർക്ക് ഭയങ്കര കുറവായി പോയല്ലോ, പിന്നെ ഇത്രയൊക്കെ മതിയോ, അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ സാറ് പറഞ്ഞു നമുക്ക് പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്താലേ റിസൾട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ടെസ്റ്റുകൾ കൂടുതൽ എടുക്കാനായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ടെസ്റ്റുകൾ എടുത്തു. ടെസ്റ്റുകളായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് മെക്കാനിസം. ഒരുപാട് തെറ്റിയിട്ടുണ്ട്. പക്ഷെ ആ തെറ്റുകളെല്ലാം ഇപ്പൊ ഒരു സന്തോഷത്തിലേക്കല്ലേ, വീണ്ടും തെറ്റാതിരിക്കാൻ പഠിക്കുന്നതാണല്ലോ. ആ ടെസ്റ്റ് സീരീസിലെല്ലാം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിന്റെ പാറ്റേണിൽ തന്നെ ആയിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അതായത് ഒരുപാട് ബുദ്ധിമുട്ടല്ല, എന്നാൽ ഒരുപാട് സിമ്പിളും അല്ല. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ പേടിക്കാതിരിക്കുക, അതുപോലുള്ള രീതിയിൽ പാറ്റേണിൽ തന്നെ ആയിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സ് പെട്ടെന്ന് ഇങ്ങനെ സ്ലൈഡ്സ് ചേഞ്ച് ചെയ്ത് അവരുടെ പോർഷൻസ് തീർക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരുന്നില്ല. ഓരോ പവർ പോയിന്റ് പ്രസന്റേഷന്റെ സ്ലൈഡ് എടുക്കുമ്പോഴും
എല്ലാവർക്കും മനസ്സിലായോ എന്ന് ഉറപ്പുവരുത്തി ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ അടുത്തതിലോട്ട് പോകുന്നുണ്ടായിരുന്നു. ടീച്ചറൊക്കെ ആതിര ടീച്ചർ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും അധ്യാപകരോട് പറയുന്നത് കുട്ടികളാണ് നമ്മുടെ പ്രൈം ഫോക്കസ് എന്നുള്ളത്. അപ്പോൾ അതിന്റെ റിസൾട്ടാണ് ആര്യയുടെ വിജയം. ഇനിയും JRF ഇപ്പോഴും പഠിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പഠനം നിർത്തരുത്, തുടർച്ചയുണ്ടാവണം, JRF എത്തണം. ആ ഒരു ഇന്റർവ്യൂവിനോടി വരാൻ പറ്റും എന്നുള്ള എക്സ്പെക്ടേഷൻ എനിക്കുണ്ട്. ഇംഗ്ലീഷിന്റെ ഇത്തവണത്തെ പാറ്റേൺ ചെറിയൊരു വ്യത്യാസം വന്നു എന്ന് ആര്യ പറഞ്ഞു. എന്തായിരുന്നു പ്രധാനമായിട്ടും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കണ്ട ഒരു മാറ്റം? അതെന്ന് വെച്ചാല് നമുക്ക് പരിചയമില്ലാത്ത തരത്തിലുള്ള പേരുകൾ, കുറെ ലിറ്ററേച്ചർ അല്ലേ, അത് പഴയത് തന്നെ ചോദിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വരും, അവർക്കൊക്കെ അവാർഡ്സ് കിട്ടും. അങ്ങനെയുള്ള ടോപ്പിക്സ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ റീസെന്റ് ആയിട്ടുള്ളതും വന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധപ്പെട്ടോ ചോദ്യത്തിന്റെ പാറ്റേണുകളിൽ സെന്റൻസ് ടൈപ്പ് അല്ലെങ്കിൽ കൂടുതൽ അസർഷൻ റീസൺ ഒക്കെ മുൻപുണ്ടായിരുന്നു, ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലേ? അതെ, കുറഞ്ഞിട്ടുണ്ട്. ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ക്രോണോളജിക്കൽ ഒരുപാടുണ്ടായി തോന്നുന്നു. എന്താണ് ഒബ്സർവ് ചെയ്ത്? അങ്ങനെ മാച്ച് ദ ഫോളോയിങ് നല്ലോണം ഉണ്ടായിരുന്നു, കുറെ ഉണ്ടായിരുന്നു മാച്ച് ദ ഫോളോയിങ്. അതിപ്പം രണ്ടുപേരെ അറിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് എത്താം. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ലോജിക്കലായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് വെച്ച് നോക്കിയാൽ ചിലപ്പോൾ കൂടുതൽ ഓപ്ഷൻ ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, നമുക്ക് 3 തെറ്റാന്ന് നമുക്ക് ഇങ്ങനെ തോന്നുവാണെങ്കിൽ ശരിയായിരിക്കും, ശരിയിലോട്ട് എത്താം. അടിപൊളി അടിപൊളി. അത് ഈ പഠിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സന്തോഷമല്ലേ അത്? പഠിക്കുകയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താലല്ല ഈ സ്കില്ലിൽ കോൺഫിഡൻസ് വരും. ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ ഇന്റർവ്യൂകളൊക്കെ കേട്ടാൽ പോലും ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നില്ല. പഠിച്ചിട്ട് ഇതുപോലെ ഈ എഡ്യൂക്കേറ്റഡ് ഗസ്സും എലിമിനേഷനും ഒക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടേ നമുക്ക് കോൺഫിഡൻസ് വരും. ആര്യ പരീക്ഷാ ഹാളിൽ പോയി ഇത് ചെയ്യാൻ ആദ്യമായിട്ട് ശ്രമിച്ചാൽ വിജയിക്കും എന്ന് തോന്നുന്നു? ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിരിക്കും. അതെ, നമ്മൾ ഈ ചെയ്ത് തെറ്റി നമ്മൾ ഇന്ന് കാലിബ്രേറ്റ് ചെയ്യാന്ന് ഞാൻ പറയും. മെല്ലെ മെല്ലെ നമ്മുടെ സ്കില്ലിൽ എന്ത് വരും, നമുക്ക് തന്നെ ഒരു വിശ്വാസം വരും. നമുക്ക് ഈ ടെസ്റ്റ് സീരീസ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ അതിൽ മാത്രം ഒതുങ്ങാതെ ക്ലാസ്സിന്റെ ഒരു ടോപ്പിക് എടുത്തിട്ട് അതിന്റെ അവസാനം പ്രീവിയസ് ഇയേഴ്സ് വീണ്ടും വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു ടീച്ചേഴ്സ് എല്ലാവരും. അതൊക്കെ പ്രയോജനപ്പെട്ടു. ആര്യ ഇപ്പോ നെറ്റ് വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും. ആര്യ പഠിച്ചു വന്ന വഴിയിൽ നന്നായി തോന്നിയ, അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന വിദ്യാർത്ഥികൾ അത് പകർത്തി കഴിഞ്ഞാൽ നെറ്റിലേക്ക് എത്താം, അല്ലെ JRF എത്താം, നന്നായി പഠിക്കാൻ പറ്റും എന്നുള്ള 1-2 പോയിന്റുകൾ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? എല്ലാവരും നെറ്റ് JRF എന്ന സ്വപ്നത്തോടു കൂടിയാണ് ഈ ഒരു ഫീൽഡിലോട്ട് നമ്മൾ പഠിക്കാനായിട്ട് ഇറങ്ങുക. അപ്പോൾ നമ്മൾ ക്ലാസ്സസ് കേട്ടത് ആ വഴി അങ്ങ് പോകും, അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ലെക്ചർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ക്ലാസ്സിൻ്റെ ഇടയ്ക്കും നമ്മുടേതായ വേർഡ്സിൽ നമ്മളത് കുറിപ്പുകളാക്കി വെക്കണം. അപ്പോൾ നമുക്കത് പിന്നീട് വായിക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും. അല്ലെങ്കിൽ ഒരുപാട് ലോഡ് കൂട്ടി നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു ഇത് തോന്നില്ല. അപ്പം എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ലെക്ചർ നോട്ട്സ് എഴുതുമായിരുന്നു, അത് റിവൈസ് ചെയ്യുമായിരുന്നു. നിങ്ങളും റിവൈസ് ചെയ്യുക, PYQs ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അത് വളരെ നല്ലതാണ്. വിജയമന്ത്രങ്ങള് വളരെ ഈസിയല്ലേ? നോട്ടുകൾ പ്രോപ്പറായിട്ട് എഴുതുകയും അതിന്റെ ആവർത്തനവും ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് തെറ്റിൽ നിന്നുള്ള പഠനവും, അതാണ് ആര്യയുടെ വിജയത്തിന് പിന്നിൽ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതേ സിമ്പിളായിട്ടുള്ള പാതയാ വിജയത്തിലേക്ക്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിജയമന്ത്രങ്ങളൊന്നുമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇനിയും വിജയത്തിലേക്ക് എത്തുന്നുള്ളത് ഉറപ്പാണ്. ആര്യ, ഇത്രയും സമയം നമുക്ക് തന്നതിൽ ഒരുപാട് നന്ദി. വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിനും സ്വാഗതം ചെയ്തതിനും ഒക്കെ അച്ഛനോടും അമ്മയോടും ഒക്കെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു ആര്യ. മുന്നോട്ടും എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അലൻ സാറിനോടും, ആതിര മിസ്സിന്റെ അടുത്തും, സ്വാതി മിസ്സിന്റെ അടുത്തും, ശ്രീലക്ഷ്മി മിസ്സിന്റെ അടുത്തും, എൻ്റെ ഫാമിലി, എൻ്റെ അനിയൻ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരോടും തീർച്ചയായിട്ടും ടീച്ചർമാരോടും അന്വേഷണം അറിയിക്കാം.